എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവിന്റെ ശ്രീഹയുടെ അരിയിലേക്ക് പ്രതാപൻ ഋതുവും കൂടെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. പിന്നീട് എന്നിട്ട് പറഞ്ഞു, അതെ എഗ്രിമെന്റ് പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്, ഇത്തല്ലൊന്ന് സൈൻ ചെയ്ത് തന്നാൽ മാത്രം മതി. പിന്നെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, 1 കോടി രൂപ നിനക്ക് തരുമെന്ന് പറയാം. ഇത് കേട്ടോ സേതു പറഞ്ഞു, എന്നാ ആദ്യം പണം താ, എന്നിട്ടല്ല സൈൻ ചെയ്യുന്നതെന്ന് പറയാം. പെട്ടെന്ന് അവൻ എന്ത് ചെയ്യാൻ 1 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യാണ്ട് തുടങ്ങുവാണ് പ്രതാപൻ. ഓഹോ, ഫോൺ വഴിയല്ലേ, അതൊരു കണക്കിന് നല്ല കാര്യമായി. അല്ലെങ്കിൽ പിന്നെ ഈ പൈസയും പിടിച്ചോണ്ട് നടക്കുകയൊക്കെ വേണ്ടേ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എൻ്റെ പ്രതാപൻ സാറേന്ന് സേതു പറയാണ്. ആ സമയത്താണ് അച്ചുവും പൂർണ്ണിമയും കൂടെ സിറ്റ് ഔട്ടിലേക്ക് വരുന്നത്. അവർ വരുമ്പോൾ കാണുന്ന കാഴ്ച, വഴിയിൽ നിന്നിട്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, പക്ഷെ എന്താ കാര്യമൊന്നും ഒന്നും അറിയത്തില്ല. പിന്നീട് ഋതു പറഞ്ഞു, അതെ ഈ പേപ്പർ സൈൻ ചെയ്യുന്നതോട് കൂടിയിട്ട് നിന്റെ ഈ പൊന്നുമടത്തിന് മേലുള്ള അധികാരങ്ങളും അവകാശങ്ങളും എല്ലാം തീരുക. അതിനു വേണ്ട നിനക്ക് ഈ 1 കോടി രൂപ തരുന്നതെന്ന് പറയാം. അതൊക്കെ ഞാൻ ഏറ്റു, ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാല് വാരാനൊന്നും പോകുന്നില്ല. 1 കോടി രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ഞാൻ സൈൻ ചെയ്ത് തരുമെന്ന് പറയാം. ഓക്കെ, എന്നാൽ 1 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ പറയണം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു, ഇനി സൈൻ ചെയ്യാൻ പറയണം. സൈൻ ചെയ്യണം, ആദ്യം മെസ്സേജ് വരട്ടെ. ഫോണിൽ മെസ്സേജ് വന്നിട്ടില്ലോ, പിന്നെ എങ്ങനെയാന്ന് ചോദിക്കാം. അങ്ങനെ മെസ്സേജിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ മെസ്സേജ് വന്നു. ഇപ്പോൾ ഓക്കെ ആയല്ലോ, ഇനി സൈൻ ചെയ്യാലോ എന്ന് പറയണം. സൈൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് പേനയൊക്കെ എടുത്ത് പതുക്കെ സേതു ആ എഗ്രിമെന്റിൽ നോക്കണം. പിന്നീട് അതേ അവിടെ അത് വെച്ചിട്ട് പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതേ സൈൻ ചെയ്യുന്നതോട് കൂടിയിട്ട് എനിക്ക് പിന്നെ അവകാശമൊന്നുമില്ല. ഇല്ല, അതുകൊണ്ടല്ലേ നിനക്ക് പൈസ തന്നേന്ന് ചോദിക്കുക. പെട്ടെന്ന് ആ എഗ്രിമെന്റ് പേപ്പർ ഇങ്ങോട്ട് എടുത്തു. ഈ സമയം പൂർണ്ണിമ അച്ചുവൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ്. അപ്പൊ ഇതോട് കൂടിയിട്ട് എൻ്റെ ഇവിടുത്തെ ആ ഒരു ഇതങ്ങ് തീർന്നില്ലേ, എനിക്ക് പിന്നെ ഇങ്ങോട്ട് കയറാനും ഒന്നും പറ്റത്തില്ലല്ലേന്ന് ചോദിക്കണം. അതെ, അതിനുവേണ്ടി തന്നെ നിനക്ക് പൈസ തന്നത് പെട്ടെന്ന് പ്രധാനം ചോദിക്കോ. ഓഹോ, അപ്പൊ അങ്ങനെയാണ്, 1 കോടി രൂപ തന്നിട്ട് എന്നെ അങ്ങ് ഒതുക്കാന്ന് വിചാരിച്ചു എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് സേതു എന്ത് ചെയ്യണം, ആ പേന അങ്ങോട്ട് മടക്കി, എന്നിട്ട് ആ പേപ്പറായ എഗ്രിമെന്റ് പേപ്പർ അങ്ങോട്ട് കീറി അങ്ങോട്ട് കാറ്റി പറത്തുവാണ്. ഇപ്പൊ കഴിഞ്ഞല്ലോ, 1 കോടി രൂപയുടെ എഗ്രിമെന്റ് ഇപ്പൊ കഴിഞ്ഞില്ലേ നിൽക്കുക. ഇത് കേട്ടോ പ്രതാപൻ, എടാ നീ എന്താ വിചാരിച്ചേ, ഈ 1 കോടി രൂപയിൽ എന്നെ ഒതുക്കാന്നോ? അതൊക്കെ വെറും തോന്നല് മാത്രല്ലേ. ഋതു പറഞ്ഞു, അപ്പൊ നീ ഞങ്ങളെ വഞ്ചിക്കുവായിരുന്നല്ലേന്ന് ചോദിക്കും. അതെയായിരുന്നു, വഞ്ചിക്കുമായിരുന്നു. ഇതെന്റെ അച്ഛന്റെ, അതായത് മാധവമേനന്റെ അവകാശപ്പെട്ട പണമല്ലേ, അതിപ്പോ എന്റെ അക്കൗണ്ടിൽ കിടന്നാലും എവിടെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ അവകാശപ്പെട്ട, അതുകൊണ്ട് എവിടെ താമസിക്കും എങ്ങനെ താമസിക്കുന്നു ഞാൻ തീരുമാനിക്കും. ഇനി ഇന്ന് മുതൽ ഈ പൊന്നുമളത്തിലായിരിക്കും ഞാൻ താമസിക്കണമെന്ന് പറയാം. ഋതുവും പ്രധാന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമില്ല. വാടാ ശ്രീകരി, സാധനങ്ങൾ എടുത്തോ, അകത്തേക്ക് നമുക്ക് വലതുകാലം വെച്ച് കയറാന്ന് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറുമ്പോ, എടാ നിന്നെ വെറുതെ വിടില്ലാന്ന് ഋതു വെല്ലുവിളിക്കുക. ഒന്ന് പോടി അവിടുന്ന്, നീ വെല്ലുവിളിച്ചോണ്ട് എനിക്ക് ഒരു പ്രയോജനം ഇല്ലെന്ന് പറയാം. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ബേബി ചേച്ചി 2 ഗ്ലാസ് ജ്യൂസൊക്കെ ആയിട്ട് വരുമോ, ഒന്ന് സേതുവിനും ഒന്ന് ശ്രീഹരിക്കും കൊടുത്തു. കുടിച്ചിട്ട് സേതു അവളോട് പറഞ്ഞു, ബേബി ചേച്ചി പറഞ്ഞു, അതേ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, ഇനി നമ്മളോട് പൊളിക്കുമല്ലേ ബേബി ചേച്ചി നിൽക്കും. അതെ 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 സേതു മോനെ, നമ്മൾ ഇനി ഇവിടെ പൊളിക്കുവാന്ന് പറയണം. പൂർണ്ണിമയ്ക്കും അച്ഛനും സന്തോഷമായി. സേതു എന്താണ് തിരികെ പൊന്നുമടത്തിലേക്ക് വന്നല്ലോ. അവര് പറഞ്ഞു പറയാറ് ഒപ്പിട്ട് കൊടുത്തായിരുന്നെങ്കിൽ അതോട് കൂടിയിട്ട് സേതുവിന് പിന്നെ ഇവിടെ കയറാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എന്താണല്ലോ അങ്ങനെയൊന്നും ഭഗവാൻ ഉണ്ടാക്കില്ല. കാര്യങ്ങളൊക്കെ മംഗളകരമായിട്ട് നടന്നു. പിന്നീട് ആകെപ്പാട് ടെൻഷൻ അടിച്ചിട്ട് പ്രതാപന്റെ ഋതുവും കൂടെ അകത്തേക്ക് കയറി വരുവാണ്. ഋതുവിന് അങ്ങോട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ ചതിക്കുകയോ ചെയ്തേ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്കളെ, ഉടനെ എന്നെ എന്തെങ്കിലും ചെയ്താൽ മതിയാവെന്ന് പറയാം. ഈസം പ്രതാപൻ പറഞ്ഞു, മോളൊന്ന് വിഷമിക്കാതിരിക്കുക, അവൻ നമ്മളോട് കളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ച് നമുക്കൊരു കളി കളിക്കണമെന്ന് പറയാം. ഈ സമയം അച്ചു അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അല്ല എന്ത് പരിപാടി ഋതു നീ കാണിച്ചേ, നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? വെല്ലേട്ടനുമായിട്ട് വെറുതെ എന്താ നീ ഒരു മത്സരത്തിന് പോയെന്ന് ചോദിക്കുക. വെല്ലേട്ടൻ പോലും, അതെ വെല്ലേട്ടൻ എന്നൊക്കെ നീ അങ്ങോട്ട് വിളിച്ചാൽ മതി, ഞാൻ അയാളെ വെല്ലേട്ടനൊന്നും വിളിക്കാൻ പോകുന്നില്ല, അയാളെന്റെ ആരുമല്ലെന്ന് പറയാം. ഇങ്ങനെയൊന്നും പറയരുത് ഋതു, നീ എന്താ പറയണത്, നിനക്ക് വല്ല ബോധ്യം ഉണ്ടോന്ന് ചോദിക്കും. അതെ നീ കൂടുതൽ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട, പറഞ്ഞ കേട്ടല്ലോ ചേച്ചാ നോക്കില്ല, അടിച്ച് ഞാൻ കർണം പോയിക്കുമെന്ന് ഋതു പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ അച്ഛന് സങ്കടവും ദേഷ്യം വന്നു. അപ്പോഴാണ് പൂർണ്ണിമ അത് കേട്ടോണ്ട് അങ്ങോട്ട് വന്നേ. എന്നാ തല്ലടി, ഒന്ന് തല്ലി നോക്ക്, ഇപ്പൊ തല്ലി തരണ്ട നിനക്കിട്ടും പ്രധാനമായിട്ട് വാ, രണ്ടും കൂടെ ഓരോ പണികൾ ഒപ്പിച്ചു വെച്ചിരിക്കുന്നില്ലേ, അതുപോലത്തെ പണികളല്ലേ ചെയ്തേ. ഇത് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രധാനം പറഞ്ഞു, അല്ല ചേച്ചി നീ കൂടുതലൊന്നും പറയണ്ട, ഇവളെയും കൂടെ വഷളാക്കുന്ന ആളാരാ, നീയല്ലേ, നീ കാരണമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്ന ചോദിക്കുക. നീ ഓരോന്ന് പറഞ്ഞ് എരിപിരി കയറ്റി കൊടുത്തിട്ട് ഇപ്പൊ കണ്ടില്ലേ ഋതു അവനെതിരെ തിരിഞ്ഞില്ലേന്ന് ചോദിക്കുക. അമ്മ എന്തറിഞ്ഞിട്ടാ പറയണേ, അമ്മയ്ക്ക് വല്ല ബോധ്യം എന്താ കാര്യന്ന്. ദേ നമ്മളാരാ, നമ്മൾ വെറുതെക്കാരായാലേ പോയില്ലേ, രണ്ടാം തരക്കാരായി പോയില്ലേ. ഇപ്പൊ കണ്ടില്ലേ സേതു എന്ന് പറയുന്ന അവന്റെ പേരിൽ എല്ലാ അവകാശങ്ങളും അച്ഛൻ എഴുതി വെച്ചേ. അച്ഛനാലും ഈ ചതി നമ്മളോട് ചെയ്യണ്ടായിരുന്നു പറയാ. പെട്ടെന്ന് പൂർണ്ണിമ എന്ത് ചതിയാണ് ചെയ്തേ, ഒരു ചതിയും ചെയ്തിട്ടില്ല. ദേ
ഋതു നീ വെറുതെ അനാവശ്യമായിട്ട് അച്ഛനെ കുറ്റപ്പെടുത്തില്ലെന്ന് പറയും. അറിയാലോ, വേറെ ആരെ പറഞ്ഞാലും ഞാൻ സഹിക്കും, പക്ഷെ നിന്റെ അച്ഛനെ പറഞ്ഞ് ഒരിക്കലേ സഹിക്കില്ല. അദ്ദേഹം അത്ര നല്ല മനുഷ്യനായിരുന്നു പറയണം. ഇത് കേട്ടപ്പോൾ ഋതുവിന്റെ മുഖം താണു. പ്രധാൻ പറഞ്ഞു, അങ്ങനെ പറയില്ലേച്ചി. ഋതുവിനെ എന്തിനാ വെറുതെ കുറ്റപ്പെടുത്തുന്നേ? അവിടെ നല്ലൊരു കാര്യം ചെയ്യാൻ പോയതല്ലേ? നല്ല കാര്യം. ഇതാണ്ടാ പ്രതാപം നല്ല കാര്യം. എല്ലാത്തിനും വളം വെച്ചു കൊടുക്കുന്ന നീയാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് ഇനി ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, നിന്റെ കാരണം അടിച്ചു പൊട്ടിക്കുന്നത് ഞാനായിരിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൾ കയറിപ്പോകാൻ തുടങ്ങുവാണ്. ഈ സമയം അമ്മ കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഋതുവിന് വല്ലാത്ത വിഷമമായിപ്പോയി. കാരണം ഇത്രയും വരെ ഒപ്പിച്ചുകൊണ്ട് വന്ന് വെച്ചതാണ്. കാരണം സൈനൊന്ന് ചെയ്ത് തന്നാൽ മാത്രം മതിയായിരുന്നു. പക്ഷെ കൃത്യസമയത്ത് തന്നെ കാല് വരി. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ. ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്ന പൂർണ്ണിമയും ബേബി ചേച്ചിയും കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പൂർണ്ണിമ പറഞ്ഞു, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ബേബി ചേച്ചി, മനസ്സിലാത്ത വല്ലാത്തൊരു വെപ്രാളം വിഷമമാണ്. ഒരു പക്ഷെ സേതു ഇങ്ങോട്ട് വരണ്ടായിരുന്നു പോലും തോന്നിപ്പോവാ. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, സേതു ഇങ്ങോട്ട് വന്നോണ്ടല്ലേ ദേ എന്റെ മക്കള് അവനുമായിട്ട് വഴക്കുണ്ടാക്കാൻ പോകുന്നേ. അച്ചു മാത്രം പിന്നെ വല്യേട്ടനെന്ന് പറയുന്നുണ്ട്, ബാക്കി രണ്ടുപേരും കണക്കാ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് പറയാം. അതോർത്ത് പൂർണ്ണിമ വെച്ച് വിഷമിക്കണ്ട കേട്ടോ, ഒന്നും കുഴപ്പമില്ല, മക്കളൊക്കെ മാറുമെന്ന് പറയാം. ആ പ്രതീക്ഷകളൊന്നും എനിക്ക് പെട്ടെന്നൊന്നുമില്ല. കാരണം മാധവേട്ടൻ്റെ വലിയ ആഗ്രഹമായിരുന്നു സേതുവിടെ നിൽക്കണം എന്നുള്ളത്. ഞാൻ അവനെ പ്രസവിച്ചിട്ടില്ല ഇല്ലെന്നേ ഉള്ളൂ. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു നാൾ എന്തെങ്കിലും ഒരു നാൾ അവൻ എന്നെ അമ്മയെന്ന് വിളിക്കും. ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. വിളിക്കുമായിരിക്കും അല്ലെ ബേബി ചേച്ചിന്ന് ചോദിക്കുക. ഇത് കേട്ടതും ബേബി ചേച്ചിക്ക് സങ്കടം വന്നു. സാരമില്ലെന്നേ, അതൊക്കെ ഓക്കെ ആയിക്കോളും. ബേബി ചേച്ചി അല്ലേ പറയണേ, സേതു ഈ വീട്ടിൽ നിന്ന് പോകുന്ന എനിക്ക് തോന്നുന്നില്ല, ആരൊക്കെ പറഞ്ഞാലും. കാരണം സേതുവിനറിയാം മാധവ് സാറിന്റെ സ്വത്ത് അന്യാധീനപ്പെട്ടു പോകും, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വഴി വെച്ച് ആ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് സേതു ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് നല്ല കാര്യമുണ്ട്, നല്ല വിശ്വാസമുണ്ടെന്ന് പറയണം. അപ്പൊ അതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. പിന്നെ ഋതുവിനെയും സ്വാതിനെയും എല്ലാവരും അനിയത്തിമാരെ പോലെ സേതു കണ്ടിരിക്കുന്നത്. ആ കാര്യത്തിലൊരു വിഷമം വേണ്ട. എന്ത് വന്നാലും ഇനി ഇപ്പൊ സേതു നോക്കിക്കോളൂ എന്ന് പറയാം അവരുടെ കാര്യം. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണിമയ്ക്ക് ഒരു സന്തോഷമായത്. പിന്നീട് പല്ലവി കോളേജിലേക്ക് ചെല്ലുവാണ്. അപ്പൊ കൂട്ടത്തിലാണെങ്കിൽ ശ്രുതി മിസ്സോടെ ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചു വെക്കുന്ന സമയത്ത് സ്വാതിയും വേറൊരു പെൺകുട്ടി ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് സ്വാതിയുടെ അടുത്തേക്ക് എന്നിട്ട് പല്ലവി വെച്ചു, അല്ല അച്ഛൻ മരിച്ചുകൊണ്ട് നോട്ട്സ് ഒന്നും അങ്ങനെ എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ മോളെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും സ്വാതിയുടെ മുഖം അങ്ങോട്ട് മാറി. അതെ, അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണം? അല്ല മോളെ, നിനക്ക് പഠിക്കണ്ടേ, നോട്ട്സ് ഒക്കെ എഴുതണ്ടേ? ഹോ, അതാണ് കാര്യം. അതൊക്കെ ഞാൻ എപ്പോഴും എഴുതിയെടുത്തോളാം, നിങ്ങൾ കൂടെ എൻ്റെ കാര്യത്തിൽ തലയിടാൻ വരണ്ടെന്ന് പറയണം. അല്ല മോൾക്ക് സമയമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കുറച്ച് നോട്ട്സ് ഒക്കെ ഞാൻ എഴുതി തരാമെന്ന് പറയണം. എനിക്ക് ആരുടെ സഹായം എന്നും വേണ്ട, പറഞ്ഞ കേട്ടല്ലോ, ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കായിരുന്നാൽ മതി എന്നും പറഞ്ഞ് മുഖത്തടിച്ച പോലെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഇത് കേട്ടതോ ശ്രുതി പറഞ്ഞു, എന്തിന്റെ കേടായിരുന്നു എൻ്റെ പല്ലവി, ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവൾ അഹങ്കാരത്തിന് കൈയും കാലും വെച്ചാ. അവളുടെ പോക്ക് കണ്ടില്ലേ, എത്രയാണെന്ന് വെച്ചാൽ പഠിക്കുമല്ലാത്തൊരു സാധനമാണെന്ന് പറയണേ. അങ്ങനെയൊന്നും പറയില്ലേ. മാധവ് സാറിന്റെ മോളല്ലേ നിൽക്കാം. മാധവ സാറിന്റെ മോളാണോ അതോ അതിനിപ്പോ സേതുവേണ്ട പെങ്ങളായതുകൊണ്ടാണോ ഇത്ര താല്പര്യം കാണിക്കുന്നിരിക്കും? ഒന്ന് പോടി അവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പല്ലവി അങ്ങോട്ട് കോളേജിലെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. പിന്നീട് കാണിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിലാണ് സേതു. സേതുവിന് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പോൾ സേതുവിന്റെ എല്ലേക്ക് ശ്രീഹരി അങ്ങോട്ട് വന്നു. ശ്രീഹരി വന്നിട്ട് ചോദിച്ചു, അല്ല സേതുവേട്ടൻ എന്തെടുക്കുക, എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണം നിൽക്കും? ഒന്നുമില്ല, എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. ഇവിടുത്തെ കുറച്ച് ഓർത്തായിരിക്കുമല്ലേ, പേടിക്കൊന്നും വേണ്ട. ശ്രീതു അല്ല, ആ ഋതു ഉണ്ടല്ലോ, അവളാണ് ഏറ്റവും പ്രശ്നക്കാരി. ബാക്കി രണ്ടുപേരും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ആ സ്വാതി ഉണ്ടല്ലോ, അവള് ഇച്ചിരി തരികിടയാ. പക്ഷേങ്കില് മറ്റേ മൂത്ത കുട്ടി അച്ചു, അവള് സൂപ്പറായെന്ന് പറയണ അവന്തിക. അവളെന്താളും സേതുവിന്റെ സൈഡാ. വലിയേട്ടാന്നൊക്കെ വിളിച്ച് വരുന്ന വരവ് കണ്ടറിയാം അവളുടെ ഉള്ളിലെ സ്നേഹം എത്ര മാത്രമാണ്. അതെ, പിന്നെ കാര്യമുണ്ട്, സേതുവേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ സേതുവേട്ടൻ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കാണ്ട് എന്തെങ്കിലും തന്ത്രങ്ങൾ ആ ഋതു മനയായിരിക്കും എന്ന് പറയാം. സേതു പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, അതുകൊണ്ടല്ല ഞാൻ നോക്കിയും കണ്ടോ നിൽക്കുന്നേ. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ട പ്രതാപം പഠിച്ച പണി 18 നോക്കും. നമ്മളിവിടെ അടിച്ചിറക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതൊരു കാരണവശാലും പാടില്ലെന്ന് പറയാം. ഇത് കേട്ട് ശ്രീഹരി ശരിയാ, സേതുവേട്ടൻ പറഞ്ഞത് 100% കൃത്യമായിട്ടൊരു കാര്യമെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന പല്ലവി രാത്രി നല്ല ഉറക്കമാണ്. ഈ സമയത്താണ് മതിലേ അടിക്കിടന്ന് ഇന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. ഇന്ദ്രൻ അങ്ങോട്ട് പതുക്കെ അതിനെ കൂടെ മുകളിലേക്ക് എത്തി. പല്ലവിയുടെ മുറിയുടെ ഫ്രണ്ടിലെത്തി. അങ്ങനെ മുറി തുറന്ന് അകത്തേക്ക് കയറുവാണ്. അകത്തേക്ക് കയറി കഴിഞ്ഞ് പല്ലവി ഉറങ്ങുന്നുണ്ട്. ഉറങ്ങടി, നിന്റെ അവസാനത്തെ ഉറക്കമാണ്, ഇന്നത്തോടുകൂടി നിന്റെ ഉറക്കം കഴിഞ്ഞു. ഇനി ഞാനാണ് നിന്നെ ഉറക്കാൻ പോകുന്നത്. ആ ഉറക്കത്തിൽ നീ ഒരിക്കലും ഉണരില്ല. എന്നെ കാണിച്ചാലടിന്ന് പറഞ്ഞ് എള്ളി നിന്റെ കത്തിയൊക്കെ ഊരുവാണ്. പിന്നീട് കത്തിയുമായിട്ട് നേരെ പല്ലവിയുടെ ബെഡ്റൂമിലേക്ക് അങ്ങോട്ട് കയറിച്ചിട്ട് അവിടെ അങ്ങ് മുറിയിൽ അങ്ങോട്ട് ഇരിക്കുവാണ്. ഈ സമയം ഇന്ദ്രനോട്, തല്ലേ നീ താൻ എന്തിനാ ഇങ്ങനെ വേണ്ടി ഇരിക്കുന്നത്? തന്റെ ഭാര്യയില്ലേ കിടക്കുന്നത്, ഇവിടെ ഒന്നെങ്കിലും സ്വന്തമാക്കാൻ താൻ കടുകയും ചെയ്തിട്ട് കാര്യമില്ലോ. അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്താ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട്
വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.